ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും ചാനൽ കൃത്യമായി വാച്ച് ചെയ്യുകയും ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മലയാളി വനിതകളുടെ എണ്ണമാണ്. അതിനുശേഷം ദാക്ഷായണി വേലായുധനാണ് SC/ST വിഭാഗത്തിലെ ആദ്യത്തെ വനിത എന്നും പറഞ്ഞു നിർത്തി. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യം സമ്മേളനം അവസാനിച്ചത് ഡിസംബർ 23, 1946. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമ്മേളനം ആരംഭിച്ചതെന്നാണ് 1946 ഡിസംബർ 9 ആരംഭിച്ചു. ആദ്യത്തെ സമ്മേളനം അവസാനിച്ചത് ഡിസംബർ 23, 1946. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത് എന്നാണ് 1947 ജൂലൈ 22. 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചു. ദേശീയ ഗാനം അംഗീകരിച്ചത് എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ. ദേശീയ ഗാനം അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ ഗീതം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആരാണ്? BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഫ്രാങ്ക് ആന്റണിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ്? ഫ്രാങ്ക് ആന്റണിയാണ്. ഇപ്പം ആംഗ്ലോ ഇന്ത്യൻ വിഭാഗം ഭരണഘടനയിൽ നിയമനിർമ്മാണ സഭയിൽ ഇല്ല. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്തത് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കമ്മിറ്റികളുടെ എണ്ണം എത്രയാണ്? 22. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കമ്മിറ്റികളുടെ എണ്ണം എത്രയാണ്? 22. ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭാ കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിച്ചത് 1947 ആഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിച്ചത് 1947 ആഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? 7. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 7. ഭരണഘടനയുടെ ശില്പി, ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ബുദ്ധൻ ആധുനിക മനുഷ്യൻ അല്ലെങ്കിൽ ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ജനിച്ചത് 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലെ മൗവിലാണ് ജനിച്ചത്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആര്? ഇന്ത്യയിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിരുന്നു. അതിൽ 3 വട്ടമേശ സമ്മേളനങ്ങളും കൃത്യമായി പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് ഡോക്ടർ BR അംബേദ്കർ. വട്ടമേശ സമ്മേളനങ്ങൾ ഏതെല്ലാം കാലങ്ങളിലാണ് നടന്നത്? 1930, 1931, 1932. ഈ 3 വട്ടമേശ സമ്മേളനങ്ങളാണ് ഉള്ളത്. ഈ 3 വട്ടമേശ സമ്മേളനങ്ങളും കൃത്യമായി പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കറെ കൂടാതെ 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തിയാണ് തേജ് ബഹദൂർ സാപ്രു. തേജ് ബഹദൂർ സാപ്രുവും 1930, 31, 32 നടന്ന വട്ടമേശ സമ്മേളനങ്ങളിൽ 3 പ്രധാനപ്പെട്ട വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത മറ്റൊരു വ്യക്തിയാണ് തേജ് ബഹദൂർ സാപ്രു. ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ആര്? ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമം
ചൈത്രഭൂമി അഥവാ ചൈതന്യ ഭൂമി. ക്ഷമിക്കണം, 1956 ഡിസംബർ 6 ഡോക്ടർ BR അംബേദ്കർ ആണ് മരണപ്പെട്ടത്. 1956 ഡിസംബർ 6 ഡോക്ടർ BR അംബേദ്കർ മരണപ്പെട്ടു. BR അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ചൈത്രഭൂമി അഥവാ ചൈതന്യഭൂമി എന്ന് അറിയപ്പെടുന്നത്. ഡിസംബർ 6 അംബേദ്കറുടെ മരണ ദിവസം മഹാപരിനിർവാൺ ദിവസമായി ആചരിക്കുന്നു. മഹാപരിവാർ നിർവാൺ ദിവസം ഏതാണ്? ഡിസംബർ 6 അംബേദ്കറുടെ മരണ ദിവസമാണ്. ജലദിനം ഡിസംബർ 14 അംബേദ്കറുടെ ജന്മദിനമാണ്. അപ്പം നമ്മൾ ഏപ്രിൽ 14 ജലദിനമാണ്. അത് അംബേദ്കറുടെ ജന്മ ദിവസമാണ്. അംബേദ്കർക്ക് ഭാരതരത്നം ലഭിച്ചത് 1990. മെഹർ പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തി അംബേദ്കർ. മെഹർ പ്രസ്ഥാനം ആരംഭിച്ചത് അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ അംബേദ്കർ, N. ഗോപാലസ്വാമി അയ്യങ്കാർ, മുൻഷി മുഹമ്മദ്, സാദുള്ള അല്ലാടി, TT കൃഷ്ണമാചാരി, DP ഖൈത്താൻ, കൃഷ്ണസ്വാമി അയ്യർ, BL മിത്താർ, VN മധുറാവു. BL മിത്താർ ആണ് പ്രകാശം എന്നറിയപ്പെടുന്നത്. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.